ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വഖഫ് ബോർഡിനെ സംബന്ധിച്ച് എല്ലാവരും മറന്നു. വഖഫ് ബോർഡ് എല്ലാ ഭൂമിയും പിടിച്ചെടുത്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? കാരണം വഖഫ് ബോർഡിനെതിരെ ശീതകാല സമ്മേളനത്തിൽ ഒരു നിയമം വരുമെന്ന് പറഞ്ഞു, അതും വന്നില്ല. നമ്മുടെ രേവതി കിലുക്കൻ സിനിമയിൽ കൈകൂപ്പി നിന്നിട്ട് ദേവിയും വന്നില്ല, ഒന്നും വന്നില്ല, ഒരാന കൊമ്പും കുലുക്കി വന്നെന്ന് പറഞ്ഞതുപോലത്തെ അവസ്ഥയായി. വഖഫ് ബോർഡിനെ ഒരു പാഠം പഠിപ്പിക്കാൻ നരേന്ദ്രമോദി ശീതകാല സമ്മേളനത്തിൽ ഭേദഗതി ബില്ല് പാസ്സാക്കുമെന്നായിരുന്നു നമ്മൾ കേട്ടതും അറിഞ്ഞതും വാർത്തകൾ വന്നതും പ്രചരിപ്പിക്കപ്പെട്ടതുമെല്ലാം. അതിൻ്റെ ഇടയ്ക്ക് ക്രിസ്ത്യൻ പുരോഹിതർ BJPയെ നന്നായി ഒന്ന് ജാക്കി വെക്കാൻ ശ്രമിച്ചു. ആ വേല വെച്ചതിൽ അവർക്ക് തന്നെ പണിയുമായി. കാരണം ഈ വഖഫ് വിഷയം ഇത്രയും ചാലുവാക്കി നിർത്തിയതിന് പിന്നിൽ ജനം TVയും ഷെക്കീന ന്യൂസുമൊക്കെയാണ് ഇക്കണ്ട പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചത്. പക്ഷേ അവരിത്രയും ഇതൊക്കെ ആക്കി നിന്നിട്ട് ഇവരുടെ സമരപ്പന്തലിലേക്ക് ഏതോ UDFക്കാരോ LDFക്കാരോ ഒന്ന് എത്തി നോക്കി എന്ന കാരണത്താൽ ഈ പിതാക്കന്മാര് തന്നെ ചാനലുകളിൽ നിന്നിട്ട്, പൊതുവേദികളിൽ നിന്നിട്ട് പറഞ്ഞു, ചിലര് മുതലെടുപ്പ് നടത്തുന്നു, ചിലര് സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി വഖഫിനെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ചിലരാരാ? ഇപ്പൊ ഇടതനും വലതനുമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആരാണ് ആ മുതലെടുപ്പുകാർ? BJPക്കാരാണ്. ആ മുതലെടുപ്പുകാരാരാണ്? BJPക്കാർ. അപ്പൊ നരേന്ദ്രമോദിയും വിചാരിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ BJP വേണം, നരേന്ദ്രമോദി വേണം. പക്ഷേ BJPയും നരേന്ദ്രമോദിയും ഒക്കെ മുതലെടുപ്പുകാരുമാണ്. അത് നല്ല ഐഡിയ ആണല്ലോ. എന്നാ പിന്നെ ഒരൽപ്പം രാഷ്ട്രീയം കളിക്കാമെന്ന് നരേന്ദ്രമോദി വിചാരിച്ചെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. പിന്നീടാണ് മഹാകുംഭമേള വരുന്നത്. ഈ മഹാകുംഭമേള വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? അത് തന്നെ. മഹാകുംഭമേളയ്ക്കകത്ത് ഞങ്ങളെ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞു. യോഗി ആദിത്യനാഥ് പറഞ്ഞു ഈ ഏരിയയിൽ അടുത്ത് പോകരുത്, നടന്നില്ല. പിന്നീട് പറഞ്ഞു ഇത് വഖഫ് ഭൂമിയാണ്. അപ്പൊ യോഗി പറഞ്ഞു നിൽക്കവിടെ, വഖഫ് ഭൂമിയാണ് എന്ന് നിങ്ങൾ പറയാനുള്ള കാരണങ്ങൾ തെളിവ് സഹിതം നിരത്തിയിട്ട് പോയാ മതി. വഖഫ് ഭൂമിയാണെങ്കിൽ ഇത് വഖഫിന് തന്നെ തരും. പക്ഷേ രേഖകൾ വേണം, തെളിവ് വേണം. തൊള്ള കൊണ്ട് പറഞ്ഞാൽ പറ്റില്ല. പിന്നീട് ഒരു മുസ്ലിം പോലും ഇല്ലാതിരുന്ന ഒരു നാട്ടിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്ന് ചോദിച്ചു വഖഫ്. യോഗിയോട് മാത്രം ഇവരുടെ ഒരു കളിയും നടക്കില്ല. ഒടുവിൽ വഖഫിന് നല്ല രൂപത്തിൽ പണി കിട്ടി. തെളിവും കൊണ്ട് വന്നാ മതി എന്ന് പറഞ്ഞു. ഒരു മുസ്ലിം പോലും ഇല്ലാതിരുന്ന ഒരു ഏരിയയിൽ ഇത് ആർക്ക് എപ്പോൾ വഖഫ് കൊടുത്തു എന്നതൊരു ചോദ്യചിഹ്നമായി മാറി. പിന്നീട് ക്രമേണ അതിൽ നിന്നും സ്കിപ്പ് ചെയ്തു. മാർഗമില്ല. കാരണം സ്ഥാപിക്കാൻ തെളിവുകളില്ല. യോഗിയോട് ഇവരതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വഖഫിന് ഏത് വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ഇവരുടെ ആകും എന്നൊന്നും, അത് പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറയും യോഗി ആദിത്യനാഥ്. വഖഫിനെ എടുത്ത് തോട്ടിൽ വലിച്ചെറിഞ്ഞ ഒരേ ഒരു നേതാവ്, വഖഫിനെ വലിച്ചു കീറി ഉപ്പും മുളവും തേച്ച് പൊരിച്ചെടുത്ത ഒരേ ഒരു നേതാവ് യോഗി ആദിത്യനാഥാണ്. അദ്ദേഹത്തോട് മാത്രം ഇവരുടെ ഒരു പണിയും നടന്നില്ല. അതുകൊണ്ട് UPയിൽ വല്ലാതെ വഖഫ് ബോർഡിന്റെ ഒരു അട്ടഹാസവും നടന്നില്ല. വഖഫ് ബോർഡിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നുസ്രത് ജഹാൻ സംസാരിക്കുന്നു. ഭൂമാഫിയയാണത്. നോക്കിയോ ശ്രീമതി നുസ്രത് ജഹാൻ. എന്തായാലും റസ്വി പറഞ്ഞു പോയി എന്നല്ലാതെ മറ്റ് മുസ്ലിം സംഘടനകളൊന്നും അത് ഏറ്റെടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതിനെക്കുറിച്ച് കുംഭമേളയുടെ പ്രാധാന്യവും പ്രസക്തിയും അതിലൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചറിവ് വന്നിട്ടൊന്നല്ല. തിരിച്ചറിവ് വന്നാലും പറയാ സന്യാസിമാർ കൊടുക്കാത്തത് കാണാൻ പോയി, അതിനു വേണ്ടി കോടികൾ ചെലവഴിക്കുന്നത്. അതേ പറയുള്ളൂ. തിരിച്ചറിവ് കൂടുതലാണല്ലോ നമ്മുടെ നാട്ടില്.
അതല്ല, ഇത് ഭൂമി മാഫിയാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അതെ. അത് മനുഷ്യർ തിരിച്ചറിഞ്ഞു, ലോകം തിരിച്ചറിഞ്ഞു ഈ ഭൂമി തീർച്ചയായിട്ടും. മാഫിയനെ എന്നുള്ളത്. അവർക്ക് പേടി തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിലും മുനമ്പം അങ്ങനെ കുറെ വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പൊ പാർലമെന്റ്, ഡൽഹിയിലെ 40% ഭൂമി ഇപ്പൊ വഖഫിന്റെ ആണെന്ന് അവർ പറയുന്നത്. അപ്പൊ അതൊക്കെ ആരെ കയ്യിലാന്ന് പരിശോധിക്കുമ്പോ എല്ലാ റെക്കോർഡും എടുത്ത് പരിശോധിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് ആയിരിക്കും ആദ്യം അത് നടപ്പാക്കുക. ഒരു സാധനവും മാഫിയകളെ കയ്യിലുള്ളത് പിടിച്ചെടുക്കാതിരിക്കില്ല. പക്ഷെ ഏതെങ്കിലും ശരിയായിട്ടുള്ള വഖഫ് ചെയ്ത ഭൂമിയാണെങ്കിൽ വഖഫിന്റെ കയ്യിലിരിക്കും, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അനധികൃതമായി വഖഫിന്റേതാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വത്ത് UP-യിൽ വഖഫ് കൈയടക്കിയിട്ടുണ്ടെങ്കിൽ ഉമ്മാടെ കുടിച്ച മുലപ്പാല് വരെ തുപ്പിക്കും യോഗി ആദിത്യനാഥ്. ഇപ്പൊ ഗവൺമെന്റ് തീരുമാനം എന്നാണ് അടുത്ത ദിവസം തന്നെ അറിയാനും പറ്റി. പിന്നെ ഇവരെ തിരിച്ചറിവ് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി പുറപ്പെടുന്നവർ ഏറ്റവും അധികം ഉള്ള കേരളത്തിലാണ്. അപ്പൊ കേരളത്തിലുള്ള ആൾക്കാരെ പറയുന്ന പോലെ ഒന്നും ഈ ഉത്തരേന്ത്യയിലുള്ളവരിപ്പോ ഏത് പാർട്ടിയിലാണെങ്കിലും അവർക്കൊക്കെ ഇതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. 12 കൊല്ലത്തിൽ നടക്കുന്ന ഈ കുംഭമേള ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് അവരെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ ഇവിടൊക്കെ വളരെ കുറവാണ്. ഹിന്ദു ആണെങ്കിലും മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം ഈ രാജ്യം വെട്ടിക്കീറിയപ്പോഴുള്ള അവസ്ഥ അറിയാവുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുപാടുണ്ട്. അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് മുസ്ലിങ്ങളെ പറയാണ്, പിന്നെ മുസ്ലിം നേതാവ് പറയാണ് കുംഭമേളന്റെ ഭൂമി ഇതാണ് അവിടെ പറയുമ്പോൾ അവർക്ക് വേഗം വിഷമിക്കും. അതാണ് ഇതിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കി മനുഷ്യരെ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു രാജ്യത്തെ ജനങ്ങളെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം ചീറ്റുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരോർക്കൂ, ഇത് തിരിച്ച പോലെ ഇനിയിപ്പോ വഖഫ് ഭൂമിയായിട്ട് ഇതൊക്കെ എടുത്ത് ഞങ്ങളെ രാജ്യം വീണ്ടും വെട്ടിക്കീറുമെന്നല്ലേ. അപ്പൊ അതൊന്നും സംസാരിക്കാൻ ഇവർക്കൊന്നും പറ്റൂല. അപ്പൊ ഈ സന്യാസിമാർ ഈ പറഞ്ഞ പോലെ ചരിത്രം പറയുന്നത് ഈ സന്യാസിമാരൊക്കെ ഭാരതത്തിന്റെ സംരക്ഷണത്തിന് ഒരു ശക്തമായി നിന്നതിന്റെ തലമുറകളായി പോരുന്ന ആൾക്കാർ ഓരോ മഠത്തിലുള്ളതും ഇവർ ചെയ്യുന്നതും. അപ്പൊ ഇപ്പൊ ഇവരെ പറ്റി കൂടുതൽ പുറത്തറിയാമെന്ന് ഞാൻ തമാശയായിട്ട് ഒരാൾ പറയുന്നതായിട്ട്, ഇവർക്ക് പിന്നെ ആയുധങ്ങളും ഇവര് പരിശീലിച്ചിട്ടുണ്ടോ നാളെ സന്യാസിമാരെ കേട്ടപ്പോ. അപ്പൊ ഇന്നലെ മെനിയാന്നൊക്കെ നാഷണൽ TVയിലൊക്കെ ഇതന്നെയായിരുന്നു ചർച്ച. അപ്പൊ ഈ ഒരു സംഗതി പറയുമ്പോ ഇവർക്ക് ഇപ്പൊ ഇനി പേടിയായി. കാരണം പേടിയെന്നല്ല, അവര് പിന്നെ ഇപ്പൊ നമ്മുടെ പറഞ്ഞാല എക്സസൈസ് നടത്തുന്ന പോലെ ഇവര് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭാരതത്തില് ഇവരെ ശക്തി കൊണ്ടാണ് മുഗളന്മാരെയൊക്കെ തടുക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇവര് എല്ലാ അഭ്യാസങ്ങളും പഠിച്ച് എല്ലാം കഴിഞ്ഞ് ഇവര് ഈ ലോകത്തിൽ തന്നെ അവർക്ക് ഈ രാജ്യത്തിനെ സംരക്ഷിക്കുക, ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഏജന്റ് മാത്രമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ നാദസന്യാസിമാര്. അവർക്ക് വസ്ത്രവും വേണ്ട. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രം അവർക്ക് അതാണ്. എനിക്ക് എല്ലാ മുസ്ലിം സഹോദരന്മാർ സ്പിരിച്വൽ മൂഡിലെത്തി കഴിഞ്ഞാൽ അവരെ ദേഹത്ത് വീഴുന്ന എല്ലാം അവർക്ക് പിന്നെ ഒരു ഭാരമായിട്ട് തോന്നുന്നതും, അവർക്ക് ഈ ലോകത്ത് പൈസ വേണ്ട, സൗകര്യങ്ങൾ വേണ്ട, ഏത് മണ്ണിലും കല്ലിലും ഐസിലും ഉറങ്ങാൻ പറ്റുന്ന ആൾക്കാർ ആ ഒരു സമയത്ത് മാത്രം അവിടെ വരും. പിന്നെ ചോദിക്കണ ഒരു സാധ്യത ഇവർക്ക് നമ്മൾ ക്ലിയർ ചെയ്യട്ടെ, എന്താ അവിടെ പോയി കുളിച്ചോണ്ട് അന്ന് എന്താ വരുന്നത് അവിടെ ഇതാണ്. അപ്പൊ ഈ നാഗസന്യാസിമാരിപ്പോ പുരാണങ്ങൾ ഇതിൽ പറയുമ്പോ സന്യാസിമാരൊക്കെ പറഞ്ഞു തന്നാട്ടോ ഇതുപോലെയുള്ള ഒരുപാട് വർഷങ്ങൾ 34 വർഷം. അതൊക്കെ സന്യാസത്തിൻ്റെ ചില രീതികളാണ്. അതൊന്നും മതരഹിതയായിട്ടുള്ള എനിക്ക് ദഹിക്കുന്നതല്ല. ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു കൊള്ള സംഘം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സാധാരണക്കാരൻ്റെ ഭൂമികൾ കൈയടക്കുന്നതിന് വേണ്ടിയാണ്. അവരുടെ സ്ഥാപനങ്ങൾ, അതായത് കണ്ണായ കരളായ സ്ഥലത്തുള്ള ഭൂമി, ടൗൺ ഏരിയ, ശരി, സെന്റിന് ഇത്ര, മുനമ്പത്ത് മുമ്പ് ഇത്ര വിലയുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വില കൂടിയത്. ഫറൂഖിലും അതെ, അതിനനുസരിച്ച് അവർ കണ്ണുവെച്ചു. കാരണം കോൺഗ്രസ് സർക്കാർ അവർക്ക് യഥേഷ്ടം അധികാരം നൽകിയിരിക്കുമല്ലേ, അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങൾ നൽകിയിരിക്കുമല്ലേ. ഏവന്റെ സ്വന്തം സ്വത്ത് വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ ഇത് വഖഫിൻ്റെതല്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആ സ്വകാര്യ സ്വത്തിൻ്റെ ഉടമയ്ക്കാണ്. ഈ തലതിരിഞ്ഞ നിയമമൊക്കെ ഈ നാട്ടിൽ ഇനിയും നടക്കുമോ? നന്ദി.